ലൂക്കോസ് സുവിശേഷം 12:35. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ട് ഇരിക്കട്ടെ. നമുക്കെല്ലാം വളരെ സുപരിചിതമായ തിരുവചന ഭാഗമാണ് ലൂക്കോസ് സുവിശേഷത്തിൽ നിന്ന് വായിക്കുവാനിടയായത്. സ്തോത്രം. യേശു കർത്താവിനെ എതിരേൽക്കുവാൻ, യേശു കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ആ ഭാഗത്ത് പ്രതിപാദ്യ വിഷയം. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഒരുക്കത്തെ കാണിക്കുന്നു. അര കെട്ടുക എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തെ കാണിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിളക്ക് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം, ആമേൻ, ഏത് ദുർഘട സാഹചര്യങ്ങളുടെ മധ്യത്തിലും ആമേൻ വഴിമുട്ടി നിൽക്കാതെ നാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ജീവിതമാകുന്ന വിളക്ക് തെളിയിക്കുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവവചനത്തില് ആമേൻ വിവിധമായ നിലകളിൽ വിളക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. യോഹന്നാനെ കുറിച്ച് കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 35 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കെന്നാണ്. സഭയെ കുറിച്ച് വിളക്കായിട്ട് ഉപമിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21-23 വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സഭ വിളക്കാണ് എന്ന ആലങ്കാരികമായ പദപ്രയോഗവും ഈ ആമേൻ പുസ്തകത്തിനകത്ത് ബൈബിളിൽ നമുക്ക് ആമേൻ വീക്ഷിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വിളക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വിളക്ക്, എങ്ങനെയാണ് വിളക്ക് എന്നുള്ളതിനെ കുറിച്ച്, അല്ലേ? അവന് നിലവിളക്കുണ്ട്, കൽവിളക്കുണ്ട്, റാന്തൽ വിളക്കുണ്ട്, മണ്ണെണ്ണ വിളക്കുണ്ട്. ഇങ്ങനെ പല നിലകളിലുള്ള വിളക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആമേൻ, കണ്ടിട്ടുണ്ട്. സ്തോത്രം. വിളങ്ങുന്നത് എന്ന അർത്ഥത്തിലാണ് വിളക്ക് എന്ന പദം അതിന് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വിവിധമായ നിലകളില് കേരളത്തില് ആമേൻ, സ്തോത്രം, സസ്യ എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നുണ്ട്, മണ്ണെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നുണ്ട്, എള്ളെണ്ണ, പരുത്തി എണ്ണ, ഇങ്ങനെയൊക്കെ കാണുവാൻ കഴിയും. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഈ വിളക്ക് തെളിയിക്കുവാനായിട്ട് അപ്പൊ സാധാരണയായിട്ട് കൊഴുപ്പ്, മൃഗത്തിന്റെ കൊഴുപ്പ്, മെഴുക്, ആമേൻ, സ്തോത്രം, ഇങ്ങനെയുള്ളതായ വ്യത്യസ്തമായ കാര്യാദികളൊക്കെയാണ് അവര് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയില് ആമേൻ, സ്തോത്രം, ഒരു വിശ്വാസിയുടെ ജീവിതമാകുന്ന വിളക്ക് എപ്പോഴും പ്രകാശമുള്ളതായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളക്കുകൾക്ക് വിവിധ നിലകളിൽ പ്രകാശം കൊടുക്കുവാനായിട്ട് കഴിയും. കരിന്തിരി കത്താനായിട്ട് കഴിയും, മങ്ങി കത്താനായിട്ട് കഴിയും, ജ്വലിച്ച് പ്രകാശിക്കുവാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം, ഇടയ്ക്കിടയ്ക്ക് ജ്വലിക്കാനും ഇടയ്ക്കിടയ്ക്ക് മങ്ങാനും കഴിയും. ഇതൊക്കെ ആമേൻ, സ്തോത്രം, വിളക്കിന്റെ പ്രത്യേകതകളാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ. വിളക്കുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആമേൻ, ഇരുട്ടിനെ അകറ്റുവാനായിട്ട് വിളക്കിന് കഴിയും. മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര വലിയ ഇരുട്ട് ഉണ്ടെങ്കിലും ഒരു ചെറിയ വെളിച്ചം അവിടെ ഉണ്ടായാൽ ആ ഇരുൾ എന്ത് ചെയ്തേ പറ്റൂ, വഴിമാറിയേ പറ്റുകയുള്ളൂ. നാം വിളക്കായി ശോഭിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ വിളക്കായി, ദൈവസഭയാകുന്ന വിളക്കായി നമ്മൾ ശോഭിക്കുമ്പോൾ, അവൻ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ ദൈവ തേജസ്സിനാൽ പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ വിളക്കായിരിക്കുന്ന നാം അവൻ അതിൻ്റെതായ നിലകളിൽ പ്രകാശിക്കുമ്പോൾ ജീവിതത്തിന് എതിരായി ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, കടന്നു വരുന്ന ഏത് അന്ധകാരങ്ങളെയും വെളിച്ചമുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും എന്ന് രാത്രി നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. എത്ര വലിയ ഇരുട്ട് വന്നാലും, എത്ര വലിയ ഇരുട്ട് വ്യാപരിച്ച്
ചോദിച്ചാൽ ആമേൻ, ദൈവപൈതലേ, നിന്നിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ, നീ ഒരു വിളക്കായി ശോഭിക്കുവാൻ തയ്യാറായാൽ, നീ ഒരു വിളക്കായി പ്രകാശം പരത്തുവാൻ കഴിഞ്ഞാൽ, ഇന്ന് രാത്രി മറന്നു പോകരുത്, നിന്റെ മുമ്പിൽ ഒരു ഇരുട്ടിനും നിലനിൽപ്പില്ല. ഏത് ഇരുളും നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ട് പാപത്തെ കാണിക്കുന്നു, ഇരുട്ട് ശാപത്തെ കാണിക്കുന്നു, ആമേൻ. ഇരുട്ട് സാത്താന്യ പ്രവൃത്തികളെ കാണിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഒരു ദൈവ പൈതൽ, വിളക്കായി ശോഭിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുൻപിൽ പാപത്തിന് നിൽക്കുവാൻ കഴിയുകയില്ല, ശാപത്തിന് നിൽക്കുവാൻ കഴിയുകയില്ല, സാത്താന്യ പ്രവൃത്തികൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഒരു ദൈവ പൈതൽ പ്രകാശമുള്ളവനായി മാറുമ്പോൾ, ശോഭയുള്ളവനായി മാറുമ്പോൾ, എത്ര വലിയ ഇരുളടഞ്ഞ അനുഭവങ്ങള് പ്രകാശപൂരിതമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയില് ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾ ലോകത്തിന്റെ വിളക്കുകളാ, ദൈവസഭയുടെ വിളക്കുകളായി തീരുവാൻ, ഇന്ന് രാത്രി പ്രകാശമുള്ള ഒരു ദൈവ പൈതലായി തീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആളുകളുടെ ജീവിതത്തിൽ എതിരായി നിൽക്കുന്ന ഏത് ഇരുളടഞ്ഞ മേഖലകളോ പ്രകാശപൂർണമായി തീരുവാൻ ഇന്ന് രാത്രി ദൈവശക്തിയാൽ കഴിയുമെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിന് അകത്തുണ്ടെങ്കിൽ സ്തോത്രം, നിന്റെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന, നിന്റെ നന്മകളെ ഇരുട്ടിൽ അഴിച്ചുകളയുന്ന, നിന്റെ തലമുറകളെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഇരുളിന്റെ വ്യാപാര ശക്തികൾക്ക് ഇന്ന് രാത്രിയിൽ അതിന്റെ അവസാനം എന്നുള്ളത് തിരിച്ചറിയുന്ന ദൈവസഭ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ വിളക്ക് ശോഭയുള്ളതായി മാറുമ്പോൾ, വിളക്ക് വെളിച്ചമുള്ളതായി മാറുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നു. സ്തോത്രം. വെളിച്ചം വരുമ്പോൾ ഇരുൾ എന്ത് ചെയ്യുന്നു? വഴിമാറുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിന്റെ പ്രകാശം വരുമ്പോൾ ഏത് അന്ധകാരങ്ങളും എന്ത് ചെയ്യും? വഴിമാറിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം നമ്മളിൽ വെളിപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയും, വെളിച്ചമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കുക, 30 പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. ആഴത്തിന്മേൽ എന്തുണ്ടായിരുന്നു? ഇരുളുണ്ടായിരുന്നു. എന്നാൽ വെള്ളത്തിന്റെ മുകളിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. ആഴത്തിലെ ഇരുള്, സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആഴത്തിലെ ഇരുൾ, എത്ര ശക്തമായ ഇരുൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പരിവർത്തിച്ച് കഴിയുമ്പോൾ ദൈവം അരുളി ചെയ്യും, സ്വർഗം വിളിച്ചു പറയും, വെളിച്ചമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വെളിച്ചം വെളിപ്പെട്ട് വരുമ്പോഴാണ്, ആ വിളക്ക് ശോഭയുള്ളതായി മാറുമ്പോഴാണ് സ്തോത്രം, ചില നന്മകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇരുള് മാറിയാൽ ഇരുട്ടിനകത്തെ നിക്ഷേപങ്ങളെ കാണാൻ കഴിയും. ഇരുള് മാറിയാൽ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഗുപ്തനിധികളെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി മറന്നു പോകരുത്, നിന്റെ വീട്ടിനകത്ത് നിനക്ക് വേണ്ടി ദൈവം കരുവച്ച ചില നന്മകൾ അന്ധകാരം മൂടപ്പെട്ടത് കാണുവാൻ കഴിയാതെ ഇരുളടഞ്ഞ തലങ്ങളിലേക്ക് ശത്രുവാകുന്നത് നിന്റെ നന്മകളെയും അവകാശങ്ങളെയും ഗുപ്തനിധികളെയും നിക്ഷേപങ്ങളെയും ഇരുട്ടുകൊണ്ട് മൂടി വച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയാ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് കടന്നു വരുമ്പോ നാളുകളായി നിനക്ക് കാണുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തിന്റെ ഉള്ളവരെ മറന്നു കിടക്കുന്ന ചില നന്മകൾ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വെളിപ്പെടുത്താൻ കൊണ്ടുപോയ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയില് പരിശുദ്ധനായ ദൈവസഭയിലേക്ക് പ്രവർത്തിക്കുകയാണ്. അവൻ നാളുകൾ വിദൂരമല്ല, അവ ചില നന്മകളുടെ കഥകളെ ഉയർത്തപ്പെടാൻ പോകുന്നു, അവ ചില അവകാശങ്ങളെ തിരിച്ചറിയാൻ പോകുന്നു, അവ ചില തലമുറയുടെ കരങ്ങളില് ദൈവഫലമാക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ട്, ഇനി ഈ വെള്ളമിന്റെ മേൽ വാഴുന്നത്, ഇനി അന്ധകാരമല്ല നിന്റെ മേൽ വാഴുന്നത്, ഇനി രാത്രി അത് നിങ്ങളുടെ അകന്ന് മാറുന്ന
ദൈവശക്തിയുടെ കരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ആമേൻ. വിളക്ക് പ്രകാശമുള്ളതായി മാറുമ്പോൾ ഇരുട്ട് മാറുന്നു. രണ്ട്, ആമേൻ, വിളക്ക് തെളിഞ്ഞു വരുമ്പോൾ പ്രകാശം ലഭ്യമാകുന്നു. പ്രകാശം പരത്തപ്പെടുന്നു, ശോഭ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വെളിച്ചം വീശപ്പെടുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, കൂരിരുളിന്റെ താഴ്വരയിലൂടെ നീ കടക്കേണ്ടി വന്നാലും ആമേൻ, ആ മരണ താഴ്വരയിൽ നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമായി മാറും. എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നീ നടന്നു പോകുന്ന നിന്റെ ജീവിത വഴികൾ, ആമേൻ, നിന്റെ കുടുംബത്തിന്റെ മുൻപിൽ, ആമേൻ, സ്തോത്രം, അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെടുമ്പോ നീ വെളിച്ചമുള്ളവനായി മാറിയ, നീ വെളിച്ചമുള്ളവനായി മാറിയ ദൈവവചനം നിന്റെ കാലിന്റെ പ്രകാശമാ, നിന്റെ പാതയ്ക്ക് വെളിച്ചമായി മാറുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. 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 ആമേൻ. ഞാൻ വിശദീകരിക്കാതെ പറഞ്ഞു പോകാം. അപ്പോൾ വിളക്ക് വെളിച്ചമുള്ളതായി മാറിയാൽ, വിളക്ക് തെളിയുമ്പോൾ അന്ധകാരം മാറുന്നു. വിളക്ക് തെളിയുമ്പോൾ പ്രകാശം വെളിപ്പെടുന്നു. വിളക്ക് തെളിയുമ്പോൾ മൂന്ന്, ആമേൻ, സ്തോത്രം, വഴി കാണിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വിളക്കാണ് വഴി കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. വലിയ വലിയ കപ്പലുകളെ വഴി കാണിക്കുന്നത്, ആമേൻ, സ്തോത്രം, റാന്തലുകളാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. രാത്രി മറന്നു പോകരുത്. നീ വെളിച്ചമുള്ളവളായി മാറുമ്പോൾ ആമേൻ, ചില ജീവന്റെ വഴികൾ നിന്റെ മുൻപാകെ വെളിപ്പെട്ടു വരും. ആമേൻ. സ്തോത്രം. ഇരുളടഞ്ഞ പാതകൾ നിന്നെ വിട്ട് മാറും. ശാപമേറിയ പാതകൾ നിന്നെ വിട്ട് മാറും. കള്ളും ആമേൻ, കല്ലും മുള്ളും നിറഞ്ഞ, ക്ലേശം നിറഞ്ഞ ജീവിത വഴിധാരയില് മുൻപോട്ട് പോകുവാൻ കഴിയാത്തവനായി നീ പകച്ചു നിൽക്കുമ്പോൾ നിന്റെ അകത്തൊരു വെളിച്ചമുണ്ടെങ്കിൽ, നീ ഒരു വിളക്കായി മാറുന്നു എങ്കിൽ ഇന്ന് രാത്രി ചില വഴികൾ നിന്റെ മുൻപാകെ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണമിടയാകുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രിയിൽ വെളിച്ചം ഉദിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, ചില വഴികൾ തെളിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അങ്ങനെ മുൻപോട്ട് പോകും. ഇരുളടഞ്ഞ പാത, കല്ലും മുള്ളും നിറഞ്ഞു കിടക്കുന്നു. ക്ലേശങ്ങൾ, ശാപങ്ങൾ, ദോഷങ്ങൾ, അപകടങ്ങൾ, കെണികൾ, കുരുക്കുകൾ ശത്രുവാകുന്നവൻ കരുതി വെച്ച് നിന്നെ അതിനകത്ത് ഒതുക്കിക്കളയുവാൻ, അകപ്പെടുത്തുക. നിന്റെ തലമുറകളെ അതിനകത്ത് ഒതുക്കിക്കളയുക. ചില വലകൾ വിരിച്ചു വെച്ച് അത് കാണാത്ത നിലകളില്, ആമേ, ചില കുടുക്കുകൾ വെച്ച് അത് കാണാത്ത നിലകളില്, ചില കുഴികൾ ഉണ്ടാക്കി അത് കാണാത്ത നിലകളില്, ആമേ, ശത്രു നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിന് ശാപത്തിൻ്റെതായ അനുഭവങ്ങൾ ഒരുക്കുമ്പോ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിനക്ക് വഴികാട്ടിയ, നിനക്ക് വഴികാട്ടിയ ഇന്ന് രാത്രി നിന്റെ അകത്ത് ദൈവം തന്ന വെളിച്ച, നിന്റെ അകത്ത് ദൈവം തന്ന പ്രകാശ ഇന്ന് രാത്രി നിനക്ക് വഴികാട്ടിയായി മാറുകയാ. ആമേ, ചില വഴികളിലൂടെ ദൈവത്തിനെ നടത്താൻ പോകുന്നു. ആമേ, ഇന്നലകളിൽ ശാപമായി ഇന്നലകളിൽ പരാജയമായിരുന്നത് ഇതുവരെ കാണാത്ത ചില മേഖലകളിലേക്ക്, ആമേ, ചില വഴിധാരകളിലേക്ക് ദൈവത്തിനെ ഫലം വരച്ച് നടത്താൻ പോകുകയാ. ഇന്ന് രാത്രി വഴി കാണിക്കുന്ന ഒരു വെളിച്ചമാ, ആമേ, സ്വർഗ്ഗം നിന്റെ മുൻപാകെ ഇറങ്ങി വരികയാ. കുഞ്ഞാടതിന്റെ മധ്യത്തിൽ വിളക്ക, കുഞ്ഞാടതിന്റെ മധ്യത്തിൽ വിളക്കായി ശോഭിക്കുകയാ. ദൈവസഭയുടെ മധ്യത്തിൽ വിളക്ക ഇന്ന് രാത്രി കുഞ്ഞാട് ശോഭിക്കുകയാ. നീ ഒരു വിളക്കായി മാറുക, നീ ഒരു വിളക്കായി മാറുക. അനേകർക്ക് വഴികാട്ടിയ, അനേകർക്ക് വഴി കാണിച്ചു കൊടുക്കുക. യേശുവിനെ കാണിച്ചു കൊടുക്കുക. യേശുവിനുള്ള വീട് കാണിച്ചു കൊടുക്കുക. യേശുവിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുക. ഒരു നക്ഷത്ര വിദ്വാൻമാർക്ക് വഴികാട്ടിയായി മാറിയതുപോലെ ഇന്ന് രാത്രി ശോഭയുള്ള ദൈവമൈതലേ, നീ ഒരു വഴികാട്ടിയായി മാറുക. ഇന്ന് രാത്രി ദൈവമാവേ നാം നിങ്ങളെ ഓർപ്പിക്കട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. 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 ദൈവത്തെ മര്യാദരിക്കട്ടെ, ദൈവത്തെ മര്യാദരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ കാണാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
Praise the Lord. ദൈവകൃപ യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനത്തിന് എത്ര നടന്നാലും വഴിതെളിയാത്ത, എത്ര നടന്നാലും വഴിതെളിയാത്ത, എത്ര നടന്നാലും വഴിതെളിയാത്ത, നാം എത്ര ആഗ്രഹിച്ചാലും വെളിച്ചം വരാത്ത, എത്ര ആഗ്രഹിച്ചാലും ഇരുട്ട് മാറാത്ത മേഖലകൾ ആമേ സ്വന്തം കുടുംബത്തെ ഒരു ശാപദോഷത്തിന് അധീനമാക്കിക്കൊണ്ട് വീട്ടിനകത്തെ അന്ധകാരം മൂടി ആമേ വീട്ടിനകത്ത് ചെല്ലുമ്പോൾ രോഗിയ വീട്ടിനകത്ത് ഒരു ശാപമാ വീട്ടിനകത്ത് പാർക്കുവാൻ കഴിയാതെ നിന്റെ വീട് എന്ന് ആമേ മങ്ങി മങ്ങി കത്തുന്ന അന്ധകാരം പൂരിതമായിരിക്കുന്ന അന്ധകാരം കൊണ്ട് നിറയപ്പെട്ട ഒരു വീട് നിന്റെ വീട് ശാപഗ്രസ്തമായി മാറുമ്പോ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു ആമേ നിന്റെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഈ ശോഭയുള്ള വിളക്കായി മാറുമ്പോ നിന്റെ അകത്ത് തേജസ്സേറിയ വെളിച്ചം കടന്നു വരുമ്പോ ആമേ ക്രിസ്തുവാകുന്ന വിളക്ക് നിന്നിലൂടെ കത്തുമ്പോ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ ആമേ ചില വഴികൾ തെളിയപ്പെടുക, ആമേ ചില ഇരുളവരുടെ പാതകൾ മാറോ, ആമേ ചില ദുർഘട വേദികൾ മാറോ, ഒരു പുതിയ അവസ്ഥയിലേക്ക്, ഒരു പുതിയ വഴിയിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക് ദൈവവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രികാല ദൈവ തന്റെ അവൻ വഴി തെളിക്കുന്നവരല്ല വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന് സ്വാതന്ത്ര്യം. Hallelujah. Glory to God. Stotram, 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 stotram. Thank you Jesus. Thank you Jesus. Thank you Jesus. Hallelujah. Hallelujah. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. Hallelujah. 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 Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, stotram, stotram, stotram. Hallelujah. ക്രിസ്തുവാകുന്ന വിളക്ക് നമ്മിലൂടെ പ്രകാശപൂരിതമായി തീരുമ്പോൾ ആമേ സ്തോത്രം അന്ധകാരം മാറും, ആമേ സ്തോത്രം വെളിച്ചം പ്രകാശമായി തീരുന്നു, ആമേൻ പുതിയ വഴികൾ ആമേൻ കാണുവാൻ കഴിയും. ഇനി ആമേൻ വേഗത്തിൽ പറയട്ടെ, വിളക്കിന്റെ ഉപയോഗം, ഈ വിളക്കിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 27-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യവും ആമേൻ സ്തോത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ആമേൻ കാര്യമുണ്ട്. നമ്മൾ വായിക്കാവോ? അവിടെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. വിളക്ക് എങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം? നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അവിടെ വായിക്കുന്നത് ആമേൻ നിത്യം വിളക്ക് കത്തണം. സ്തോത്രം. പലപ്പോഴും കത്തിയാ മതിയോ? പോരാ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കത്തിയാ മതിയോ? പോരാ. കാത്തിരിപ്പ് കൂട്ടത്തിന് കത്തിയാ മതിയോ? പോരാ. സഭായോഗത്തിന് കത്തിയാ മതിയോ? പോരാ. മാസയോഗത്തിന് കത്തിയാ മതിയോ? പോരാ. സ്തോത്രം. വചനം പഠിപ്പിക്കുന്നു വിളക്ക് എങ്ങനെ കത്തണം? നിരന്തരം നിത്യം കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അതിന് നിത്യം കത്തുവാൻ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് ഇടിച്ചെടുത്ത തെളിവുള്ള എണ്ണയാണ് ഈ വിളക്കിന് ഉപയോഗിക്കേണ്ടത്. Praise the Lord. Hallelujah. Hallelujah. ഇടിച്ചെടുത്ത തെളിവുള്ള എണ്ണ. യേശു കർത്താവ് കാൽവറിയുടെ ചക്കിൽ ആമേ തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേ സ്തോത്രം തെളിവുള്ള ഒരു അഭിഷേകം, ആമേ പരിശുദ്ധാത്മാവെന്നൊരു അഭിഷേകം ദൈവം തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ആമേ സ്തോത്രം. കാൽവറി എന്ന ചക്കിൽ എന്റെ കർത്താവ് തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആമേ ഇടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആമേ താൻ പറഞ്ഞതുപോലെ ഒരു പരിശുദ്ധാത്മാവെന്ന എണ്ണയെ സഭയ്ക്ക് ദൈവം നൽകുവാനിടയാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God. സ്തോത്രം. ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആ കാൽവറി എന്ന ചക്കിൽ തകർക്കപ്പെട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവെന്ന അഭിഷേകം സഭയ്ക്ക് പെന്തക്കോസ്ത് നാളിൽ ലഭ്യമായത്. അപ്പൊ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന എണ്ണ, പരിശുദ്ധാത്മാവെന്ന എണ്ണ
കലക്കത്തിന്റെ എണ്ണയല്ല, തെളിവുള്ള എണ്ണയാ. എത്ര മനസ്സിലായി? ഇത് തെളിവുള്ള എണ്ണയാ. ഒന്നുകൂടെ കേറി പറഞ്ഞാൽ, ഈ എണ്ണ നമ്മൾ കത്തിയാൽ, ഈ അഭിഷേകം നമ്മൾ കത്തിയാൽ സകല വിടുവുകേടുകളും മാറും. കലക്കത്തിന്റെ ആത്മാവല്ല, ഇത് തെളിവുള്ള എണ്ണയാ. ഈ തെളിവുള്ള എണ്ണ നമ്മൾ ഉള്ളെടുത്തോളം കാലം അവൻ ഇത് ചൊലിച്ചു പ്രകാശിക്കുവാൻ തക്കവണ്ണമിടയാകെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വിളക്ക് കെടുത്താൻ പാടില്ല. ആമേൻ. മനസ്സിലായോ? വിളക്ക് കെടുത്താൻ പാടില്ല. വചനം പഠിപ്പിക്കുന്നു, ആത്മാവിനെ കെടുക്കരുത്. ആമേൻ. സ്തോത്രം. ആത്മാവിനെ കെടുക്കാൻ പാടില്ല, വിളക്ക് കെടുത്താൻ പാടില്ല. സദൃശവാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 24:20, 21:17 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകുവാൻ തക്കവണ്ണമിടയാകെ. ദുഷ്ടനായി മാറിയാൽ ആമേൻ നമ്മുടെ വിളക്ക് കെട്ടുപോകും. ഒരു സ്വന്തം പറയാമോ? ഹല്ലേലൂയ. 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 ആമേൻ. വിളക്ക് കെട്ടുപോകാൻ പാടില്ല. വിളക്ക് നിത്യപ്രകാശമുള്ളതായി മാറണം. എല്ലാ ആരാധനയ്ക്കും വെളിച്ചം നമ്മിൽ നിന്നുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്വലിച്ചു പ്രകാശിക്കുന്നതിനനുസരിച്ച് ആമേൻ ഈ വെളിച്ചത്തിലേക്ക് അനേകം പ്രാണികൾ കടന്നു വരും. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. ഇത് നമ്മുടെ അടുത്ത് വരുന്ന പ്രാണികൾ ഒരു വട്ടം വന്നാൽ പിന്നെ വരുന്നില്ല എങ്കിൽ ആമേൻ നമ്മുടെ പ്രകാശം ആമേൻ മോശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രാണികളാ ആ വിളക്കിന്റെ ചുറ്റിലും വന്ന് പറക്കുന്നത്. രാത്രി ഞാൻ നിങ്ങളോട് പറയാ, നിത്യം കത്തിക്കൊണ്ടിരിക്കുന്ന ശോഭയുള്ള ഒരു വിളക്ക, ഒരു ദൈവമല്ലേ നീ ഒരു സഭയ്ക്കകത്ത് ഒരു വിളക്കായിരുന്നാൽ രാത്രി ഞാൻ പറയാ, ആ ദേശത്തിന്റെ നാനാഭാഗത്തു നിന്ന് അനേക ചലിക്കുന്ന പ്രാണികൾ ഈ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമിടയാകും. ഇന്ന് രാത്രിയും പ്രാണികളെ അകറ്റിക്കളയുന്ന ഒരു വെളിച്ചമായിട്ടല്ല, അനേക പ്രാണികളെ ആകർഷിക്കുന്ന അങ്ങനെ ഒരു വിളക്കായി, ഒരു വെളിച്ചമായി തീരുവാൻ ഈ രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കടന്നു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Glory to God. ഒരു വലിയ വിഷയമായതുകൊണ്ട് ഇങ്ങനെ പോയാൽ ആ വിഷയം ഒരിടത്തും എത്തത്തില്ല. ഇതൊക്കെ ഓടിച്ചു പറഞ്ഞു പോകാം. അപ്പോൾ വിളക്ക് നിത്യം കത്തണം. വിളക്ക് നിത്യം കത്തണമെങ്കിൽ തെളിവുള്ള എണ്ണ വേണം. എങ്ങനെയുള്ള എണ്ണ വേണം? തെളിവുള്ള എണ്ണ. ആമേ. സ്തോത്രം. ആമേ. ആരോ കൊണ്ട് ഒഴിച്ചു തന്ന ആ കലങ്ങിയ എണ്ണ നമുക്ക് വേണ്ട. സ്തോത്രം. യേശു കർത്താവ് കാൽവറി എന്ന എണ്ണച്ചക്കിനകത്ത് യേശു കർത്താവ് ഇടിച്ചെടുത്ത് തന്റെ സഭയ്ക്ക് പകർന്നു തന്ന പരിശുദ്ധാത്മാവ്, അതാ നമുക്ക് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ആരോ കൈവച്ചപ്പോ ചിമ്പിലി ചാടിയ ആ അഭിഷേകമല്ല. ഒറിജിനൽ അഭിഷേകം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാപിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആരോ കൈവച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ നല്ലത് കർത്താവിൽ നിന്ന് ഡയറക്റ്റ് പ്രാപിക്കുന്നതാണ്. അവൻ നമ്മുടെ കർത്താവ് ഒരു അഭിഷിക്തനാണ്. അവനോട് ചോദിക്കുന്നവർക്ക് എത്രയധികം അവൻ ആത്മാവിനെ കൊടുക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളക്ക് നിത്യം കത്തിയാൽ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു സഹോദരിയെ കുറിച്ച് കാണുവാൻ കഴിയും. ആ സഹോദരിയുടെ കയ്യിൽ ആമേ സ്തോത്രം തന്റെ മണവാളൻ കൊടുത്തിരുന്ന ഒരു 10 ദ്രഹ്മയുണ്ടായിരുന്നു. സ്തോത്രം. അതിൽ ഒരെണ്ണം അവൾക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. അവൻ വിളക്ക് അവൾ കത്തിച്ച് അടിച്ച് വാരി അതിനെ വൃത്തിയാക്കിയപ്പോൾ അവൻ നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ അവളുടെ വീട്ടിനകത്തായിരുന്നു. Praise the Lord. ഹല്ലേലൂയ. 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 നമ്മൾ നഷ്ടപ്പെട്ടെടുത്തല്ല തപ്പുന്നത്, നമ്മൾ തപ്പുന്നത് മറ്റു പലയിടങ്ങളിലുമാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആമേൻ, നീയാകുന്ന വിളക്ക് ഒന്ന് ജ്വലിക്കാൻ തുടങ്ങിയാൽ ആമേൻ നഷ്ടപ്പെട്ടു പോയത് നിന്റെ വീട്ടിനകത്ത് കിടപ്പുണ്ട്. ആമേൻ, അത് നിനക്ക് നേടിയെടുക്കുവാൻ കഴിയും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 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 അവിടെ വിളക്ക് തെളിയിച്ചു അല്ലേ? വിളക്ക് കത്തിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്?
ഒന്ന് അവൾ ചെയ്തത് അടിച്ചുവാരി. വീട്ടിനകത്തൊക്കെ എന്ത് ചെയ്തു? അടിച്ചുവാരി. അവിടെ കിടന്ന സകല അഴുക്കും, അവിടെ കിടന്ന സകല പൊടിയും, അവിടെ കിടന്ന സകല ചപ്പും ചവറും ഒക്കെ എന്ത് ചെയ്തു? ഇവൾ അടിച്ചുവാരി ദൂരെ കളഞ്ഞു. വിളക്ക് തെളിഞ്ഞാല് നിന്റെ വീട്ടിനകത്ത് കിടക്കുന്ന സകല മാലിന്യങ്ങളെയും നിനക്ക് അടിച്ചുവാരി കളയാൻ പറ്റൂ. അവർക്ക് മനസ്സിലായി? നന്മ ലഭിക്കണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചു വരണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ആത്മനിറവ് തിരിച്ചു വരണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയതെല്ലാം നിനക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ. ആമേൻ. നിന്റെ ജീവിതമാകുന്ന വിളക്ക് ശോഭയുള്ളതായി മാറണം. ആമേൻ. അത് ശോഭയുള്ളതായി മാറിയാലേ നിന്റെ വീട്ടിനകത്ത് കുഴിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ ആമേൻ നിനക്ക് അവിടെ നിന്ന് ആമേൻ വൃത്തിയാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. Hallelujah. Glory to God. Hallelujah. Thank you, Jesus. Hallelujah. 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 സ്തോത്രം. തന്റെ രാജാവ് തന്റെ രാജകുമാരന് ഒരു കല്യാണം കഴിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. സ്തോത്രം. രാജാവ് ഒരു വിളംബരം നടത്തി. ഇത്രയാണ് ആമേൻ. തന്റെ മകന് വധുവിനെ എടുക്കുവാൻ, രാജ്ഞിയെ തെരഞ്ഞെടുക്കുവാനായിട്ട് രാജകുമാരിമാരെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വെച്ച ഡിമാൻഡ് ഇത്രയുള്ളൂ: വരുന്ന അയൽ രാജ്യങ്ങളിലുള്ള രാജകുമാരികൾ തന്റെ മകനെ സ്തോത്രം വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വരുമ്പോൾ നിങ്ങൾ സ്തോത്രം നിങ്ങളുടെ കൊട്ടാരം അടിച്ചു വാരി അവിടെ ഉള്ള ചവറുകൾ കൂടെ കൊണ്ടുവരണം. സ്തോത്രം. ഈ വിളംബരം പ്രസ്താവിക്കപ്പെട്ടു. എല്ലാ രാജ്ഞിമാരും ഇതറിഞ്ഞു. ഓരോരുത്തരും അടിച്ചു വാരാൻ തുടങ്ങി. ചിലരൊക്കെ പെട്ടി ഓട്ടോറിക്ഷ പിടിച്ചാ കൊണ്ടുവന്നേ. സ്തോത്രം. സ്തോത്രം. കാരണം കൊട്ടാരം മുഴുവൻ അടിച്ചു വാരിയപ്പോൾ ഒരുപാട് ചവറ് കിട്ടിയവരുണ്ട്. പെട്ടി ഓട്ടോറിക്ഷ പിടിച്ച് അതിനകത്ത് ചാക്ക് കണക്കിന് അടുക്കി വെച്ച് കൊണ്ടുവന്നവരുണ്ട്, കവറിൽ കൊണ്ടുവന്നവരുണ്ട്, തലയിൽ ചുമ്മിക്കൊണ്ടുവന്നവരുണ്ട്, പല നിരകളിൽ വന്നവരുണ്ട്. എന്നാൽ ഒരു രാജാവിന്റെ മകൾ അവൾ വെറും കൈയോടെ വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. രാജാവ് ഓരോരുത്തരെ നോക്കി വലിയ കെട്ടൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന അഭിമാനത്തോടെ നിൽക്കുക. കാരണം അടിച്ചു വാരി കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ട എത്ര നേരം മെനക്കെട്ട അടിച്ചു വാരി എല്ലാ ചവറും കൂടെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. ഓരോരുത്തരോട് ചോദിച്ച് അവസാനം വന്നപ്പോ ഒരു സഹോദരിയെ കണ്ടു. അവളോട് ചോദിച്ചു, സ്തോത്രം, നീ എന്താ അടിച്ചു വാരിയൊന്നും കൊണ്ടുവന്നില്ലേ? സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നേ മോനെ, ഞാൻ പലവട്ടം അടിച്ചു വാരിയിട്ടും എന്റെ വീട്ടിനകത്ത് ഒരു ചവറ് പോലും കിട്ടിയില്ല. രാജാവ് പറഞ്ഞു, ഇതാണ് എന്റെ മകനുള്ള രാജ്ഞി. എന്നെ മനസ്സിലായോ? ഒരല്പം ചിന്തിച്ച കാര്യം പിടികിട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. പെട്ടിയാട്ടോറിക്ഷ പിടിച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവിടെ അറിവായതിനു ശേഷം അവിടെ വീട്ടിനകത്ത് ചൂല് തൊട്ടിട്ടില്ല. സ്തോത്രം. സ്തോത്രം. ഇങ്ങനെയുള്ള ഒന്നിനെ രാജാവിന്റെ മകന് ഭാര്യയായി കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, സിറ്റ് ഔട്ടിൽ കയറിയാൽ കോഴി അച്ചാറിട്ടുണ്ട്. സ്തോത്രം. സിറ്റ് ഔട്ടിൽ കാണും. അല്ലേ? അടുക്കളയിലോട്ട് പോയി സ്തോത്രം സ്റ്റൗവിന്റെ സൈഡിൽ ഒന്ന് പിടിച്ചാൽ പിന്നെ 7 വെള്ളം കൈ കഴുകിയാതെ വൃത്തിയാകുകയുള്ളൂ. അല്ലേ? സ്തോത്രം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടില്. സ്തോത്രം. പലരുടെയും തേയില കുപ്പിക്കകത്താണ്, തേയിലപ്പൊടി ഇടുന്ന കുപ്പിയാണ് എലിയുടെ പ്രസവ വാർഡ്. കാരണം അത് തുറന്നു വെച്ചാൽ 7 ദിവസം വരെ അടയ്ക്കാതെ വെച്ചിരിക്കും. അപ്പൊ പിന്നെ എലി അതിനകത്ത് കയറി പ്രസവിച്ചില്ലെങ്കിലേ കാര്യമുള്ളൂ. ഇതൊക്കെ നമ്മുടെ അവസ്ഥകള്. എന്നാലും രാത്രി ഞാൻ സ്തോത്രം ഇങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ ഓർക്കണം, സ്തോത്രം, വിളക്ക് തെളിയുമ്പോഴാണ് ചില കുറവുകൾ കാണാൻ കഴിയുന്നത്, ചില അശുദ്ധികൾ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇതാ ഒരു വിളക്ക് തെളിച്ച് അടിച്ചു വാരി സൂക്ഷ്മതയോട് അവൾ അന്വേഷിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് അവൾക്ക് തിരികെ ലഭിക്കുവാനൊക്കെ വേണമിടയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, നിനക്ക് നഷ്ടപ്പെട്ടത് വിലയുള്ളതാ. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് വിലയുള്ളതാണ്. അത് നിനക്ക് മടക്കിയെടുക്കണമെങ്കിൽ, അത് തിരിച്ചു പ്രാപിക്കണമെങ്കിൽ നിന്നെ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ ദൈവമേ. ജീവിതമാകുന്ന വിളക്ക് ശോഭയുള്ളതായി നിത്യം കത്തുക. ഇത് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് ശോധന ചെയ്യുക. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ.
ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, ഈ വിളക്ക് നമ്മൾ തെളിയിക്കണം. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 25-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, കന്യകമാർ അവർ ഒരുമിച്ച് ചേർന്ന് അവിടെ എന്ത് ചെയ്യുകയാണ്? വിളക്ക് തെളിയിക്കുന്നതായി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 25-7 വേഗം വായിക്കാം. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. നമ്മൾ വായിക്കുന്നത്, അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റു. എപ്പോൾ? മണവാളൻ വരുന്നു എന്ന വാർത്ത അവരുടെ ചെവിയിലെത്തിയപ്പോൾ, മണവാളന്റെ വരവിന്റെ ആർപ്പുവിളി കേട്ടപ്പോൾ, ആമേ സ്തോത്രം ഒന്നുകൂടെ പറഞ്ഞ കാഹള ശബ്ദം കേട്ടപ്പോൾ, ആമേ കാത്തിരുന്ന കന്യകമാ ആമേ അവർ വിളക്ക് തെളിയിക്കുവാനിടയാ. ഇത് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആമേ നിന്റെ വിളക്ക് കരിന്തിരി കത്താനുള്ളതല്ല, നിന്റെ വിളക്ക് മങ്ങി കത്താനുള്ളതല്ല. ആമേ നിന്റെ ജീവിതമാകുന്ന വിളക്ക് ആമേ ശോഭയുള്ളതായി മാറണം. ആമേൻ അത് തെളിയിക്കുമ്പോൾ ആമേൻ അത് തെളിവുള്ളതായി കത്തണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ഇവിടെ ഇതാ ആമേ മണവാളൻ വരുന്നു എന്ന വാർത്ത കേട്ടപ്പോ, മണവാളന്റെ ആർപ്പുവിളി കേട്ടപ്പോ അവരെ കാത്തിരുന്ന കന്യകമാ ആമേൻ അവരുടെ വിളക്ക് തെളിയിക്കുകയാണ്. വിളക്ക് കത്തിക്കേണ്ടത്, എന്തിനാ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത്? മണവാളൻ വരുമ്പോൾ അവൻ നമ്മുടെ വിളക്ക് നമ്മൾ തെളിയിച്ചു കാണിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സ്വന്തം പറയാമോ? ഇവിടെ അവരെ കുറിച്ച് പറയുന്നത്, കന്യകമാർ വിളക്ക് തെളിയിച്ചു. ആരാണ് വിളക്ക് തെളിയിച്ചത്? കന്യകമാർ വിളക്ക് തെളിയിച്ചു. ആരാണ് കന്യകമാർ? ആമേ ലോകത്തോട് ആമേ സ്തോത്രം കളങ്കപ്പെടാത്തവരാണ് കന്യകമാർ. ആരാണ് കന്യകമാർ? ലോകത്തോട് കളങ്കപ്പെടാത്തവർ. ഒന്നുകൂടെ പറഞ്ഞാൽ ലോകത്തിന് അനുരൂപരാകാത്തവർ അവരാ കന്യകമാർ. ഒന്നുകൂടെ പറഞ്ഞാൽ ലോകത്തിന്റെ മാലിന്യങ്ങൾ വിട്ടുപോകുന്നവരാ അവരെ കന്യകമാർ. അവരെ കർത്താവിന്റെ പകരം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവർ നിങ്ങളെ അവരെ ക്രിസ്തു എന്ന ഏക പുരുഷന നിർമ്മല കന്യകയായിട്ടാണ് അവരെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തോട് കളങ്കം പറ്റാത്തവരാ, ലോകത്തോട് അനുരൂപരാകാത്തവരാ, ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടോടുന്നവരാ, വിശുദ്ധ കന്യകമാരാ. അവരെ വേർപെട്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ച അവൻ ഈ വിളക്കൊരിക്കലും അണയത്തില്ല. അവൻ മണവാളൻ വരുമ്പോൾ നമുക്ക് ഇതിനെ പ്രകാശമുള്ളതായി തെളിയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേ സ്തോത്രം. രണ്ടാമത് ഇവരെ കുറിച്ച് പറയുന്നത്, ഈ വിളക്ക് തെളിയിച്ച കന്യകമാരെ കുറിച്ച് പറയുന്നത്, അവർ ബുദ്ധിയുള്ള കന്യകമാരായിരുന്നു. ആരായിരുന്നു? ബുദ്ധിയുള്ളവർ. ആമേൻ. ആരാ ബുദ്ധിയുള്ളവർ? ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിയുള്ളവൻ. ഒരു സ്വന്തം പറഞ്ഞില്ല. ആരാ ബുദ്ധിയുള്ള കന്യക? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുക. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അവൻ ആരാ ബുദ്ധിയുള്ളവർ? ദൈവത്തെ അന്വേഷിക്കുന്നവർ. രണ്ട്, ആരാ ബുദ്ധിയുള്ളവർ? ഈ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവർ. ആമേ സ്തോത്രം. ബുദ്ധിയുള്ള മനുഷ്യന് തുല്യന. ദൈവവചനം കേട്ട് ചെയ്യുന്നവനാണ് ആമേ ബുദ്ധിയുള്ളവൻ. ബുദ്ധിയുള്ളവൻ വിളക്കിനോട് കൂടെ എണ്ണ എടുക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. മനസ്സിലാകുന്നവർക്കാണ് വിളക്ക് നമ്മൾ തെളിയിക്കുന്നവരായിരിക്കണം. അവൻ 1 ശമൂവേൽ 3:3 വായിക്കുമ്പോൾ ശമൂവേലിനെ കുറിച്ച് പറയുന്നത്, വിളക്കണയുന്നതിന് മുൻപ് അവൻ പെട്ടകത്തിന്റെ സമീപത്ത് അവൻ വിശ്രമിക്കുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ കെടുക്കരുത്. വിളക്കണയുന്നതിന് മുൻപ് അവൻ നാം നമ്മുടെ വിശ്രമം കണ്ടെത്തണം. എത്രവർക്ക് മനസ്സിലാ? ആമേൻ. ഹല്ലേലൂയ. ഒരു ശമൂവേലിനെ പോലെ വിളക്കണയുന്നതിന് മുൻപ് അവൻ വിശ്രമം കണ്ടെത്തിയ ഒരു ശമൂവേലിനെ പോലെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, അവൻ നമുക്കൊരു വിശ്രമമുണ്ട്. ആ വിശ്രമ നാട്ടിൽ പോകുവാൻ സമയമാ, ആ വിശ്രമ ദേശത്തേക്ക് പോകുവാൻ സമയമാ. ആ വിശ്രമ ദേശത്ത് അവൻ എത്തുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാനുണ്ട്, ഒരിക്കലും വിളക്കണയാൻ നമ്മൾ ഇടവരുത്തരുത്. വിളക്കണയുന്നതിന് മുമ്പ് നമ്മൾ വിശ്രമ നാട്ടിലെത്തണം.
ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ. സ്തോത്രം. വിളക്കണയുന്നതിന് മുമ്പ് നമ്മൾ വിശ്രമ നാട്ടിൽ എത്തിച്ചേരണം. ഹല്ലേലൂയ. സ്തോത്രം പറയാമോ? Hallelujah. എങ്ങനെയാ വിളക്കണയുന്നത്? ആമേൻ. വിളക്കണയാനുള്ള കാരണങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓടിച്ച് ഞാൻ പറയാം. മത്തായി 5:14 വേഗം വായിക്കാം. വിളക്ക് അണയുന്നതിന്റെ കാരണങ്ങൾ വായിക്കാം. മത്തായി 5:14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പാറയും കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്. ആമേൻ. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, പിന്നെ എവിടെയാ വെക്കേണ്ടത്? തണ്ടിന്റെ മുകളിൽ വെക്കണം. അപ്പോൾ വിളക്കണയുന്നതിന്റെ ഒരു കാരണം, നമ്മൾ വിളക്ക് കത്തിച്ച് എവിടെയാ വെക്കുന്നത്? പറയുടെ കീഴിലാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. ഹല്ലേലൂയ. പറയുടെ കീഴില. പറ എന്ന് പറയുന്നത് ഭൗതിക നന്മകളും ഭൗതിക അനുഗ്രഹങ്ങളെയുമാണ് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. എന്ന് പറഞ്ഞാൽ ഭൗതികതകൾക്ക് വേണ്ടി മാത്രമാകരുത് നമ്മുടെ ആത്മീക ജീവിതം നയിക്കുന്നത്. എത്രവർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. പറയുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ, ഈ ധാന്യമൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. സ്തോത്രം. അവൻ നോക്കുക, വസ്തുവക, നിലം, പുഴയിട എന്നിവയാൽ സ്തോത്രം നമ്മുടെ ആത്മീക ജീവിതത്തെ നമ്മൾ മൂടിക്കളയരുത്. മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? ലോത്തിന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവൾ പറയും, സോദോമിനെ ഞാൻ വിട്ടു, പക്ഷേ അവൻ സോദോം എന്നെ വിട്ടില്ല. കാരണം സോദോമിന്റെ നന്മകള്, ഭൗതികതകള്, ഇന്നലെ നേടിയെടുത്ത ഭൗതിക നന്മകൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ അവൾ മാറ്റിവെച്ചപ്പോൾ അവരുടെ ജീവിതം തന്നെ കെട്ടുപോകാതൊക്കെ അവിടെയായി. മനസ്സിലാകുന്നുണ്ടോ? വിളക്കണയുന്നതിന് കാരണം ഭൗതിക ലക്ഷ്യത്തോടു കൂടി ക്രിസ്തീയ ജീവിതം നയിച്ചാൽ വിളക്ക് കെട്ടുപോകുവാനൊക്കെ അവിടെയാകാം. പ്രവാചക ശിഷ്യനാകുന്ന ഗേഹസിയോട് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 26 വരെ വേഗത്തിൽ വായിച്ചുകൊള്ളാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രവാചകനാകുന്ന എലീശ ആമേൻ ഗേഹസിയോട്, തന്റെ ശിഷ്യനാകുന്ന ഗേഹസിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ 5:21 മുതൽ. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. നിങ്ങൾക്കറിയാം, നയമാൻ എന്ന് പറയുന്ന വ്യക്തി തന്റെ കുഷ്ഠരോഗം മാറുവാൻ എലീശയുടെ അടുക്കൽ വരികയാ. എലീശ പറഞ്ഞു, അവിടെ ചെന്ന് മുങ്ങിയേച്ചു പോകാം. അവൻ മുങ്ങിക്കഴിഞ്ഞ് അവൻ ശുദ്ധനായി മാറിയപ്പോൾ അവൻ കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം കൊണ്ട് ആർക്ക് കൊടുക്കാൻ വന്നു? എലീശയ്ക്ക് കൊടുക്കാൻ വന്നു. എലീശ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട. നിനക്ക് രോഗസൗഖ്യം സൗജന്യമാ എന്ന് പറഞ്ഞ് അദ്ദേഹം മടക്കി അയച്ചു. ഇതാര് കണ്ടോ? തന്റെ ശിഷ്യനാകുന്ന ഗേഹസി കണ്ടോ? ഗേഹസി കണ്ടിട്ട് പതുക്കെ പതുങ്ങി എലീശ പ്രവാചകൻ കാണാത്ത രീതിയിൽ ഈ ഗേഹസി എന്ത് ചെയ്യുക? പതുക്കെ സ്തോത്രം തന്റെ വണ്ടി എടുത്ത് താൻ പതുക്കെ എസ്കേപ്പായി. എവിടെയാ പോയേ? സ്തോത്രം. ഈ നയമാനെ പിന്തുടർന്ന് പോവുകയാ. വായിച്ചേ. അവൻ തന്റെ പിന്നാലെ, നയമാന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ തിരിച്ചെതിരേറ്റു. എന്നിട്ട് സുഖമാണോ ദൈവദാസനെ എന്ന് ചോദിച്ചു. അതിനവൻ സുഖം തന്നെ, ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രയീം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. നമ്പർ 1 കള്ളം. ഒരൊറ്റ എണ്ണം വന്നിട്ടില്ല. എന്നിട്ട് കള്ളം പറയും. എന്നിട്ട് അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറയാൻ എന്റെ യജമാനാകുന്ന പ്രവാചകനാകുന്ന എലീശ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സമയമില്ലാത്തതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. ദൈവം ചെയ്ത് 2 താലന്ത് വാങ്ങാതെ നയമാൻ പറയുകയാ.
ആമേൻ. ഒരു താലന്ത് ചോദിച്ചവരോട് പറഞ്ഞു, ദയവായി 2 താലന്ത് കൈക്കൊള്ളണം എന്ന് പറഞ്ഞ നയമാൻ ഒരു സഞ്ചിയിൽ എന്ത് ചെയ്തു? 2 താലന്ത് അവന് കൊടുത്തു. എന്നിട്ട് 2 കൂട്ടം വസ്ത്രവും 2 ജോഡി വസ്ത്രവും കിട്ടി. തന്റെ ബാല്യക്കാരുടെ 2 പേരുടെ മക്കൾ കൊടുത്തിട്ട് ഈ ഗേഹസി ഒന്നും അറിയാത്തതുപോലെ അവൻ എവിടെ ചെല്ലുകയാ? എലീശായുടെ അടുക്കൽ ചെല്ലുകയാ. വായിക്കാം. കുന്നിനരികെ എത്തിയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അയച്ചു കഴിഞ്ഞു. അവർ പോവുകയും ചെയ്തു. പിന്നെ അവർ അകത്ത് കിടന്ന് യജമാനന്റെ മുമ്പിൽ സ്വത്രം പറഞ്ഞു നിന്നു. അവന്റെ സൂത്രം മനസ്സിലാക്കിയ എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണമേ, ഗേഹസി അല്പസമയം കണ്ടില്ല. എപ്പോഴും പ്രവാചകന്റെ കണ്ണുവെട്ടത്ത് നിൽക്കുന്ന ഗേഹസിയെ ഒരു അരമണിക്കൂർ കണ്ടില്ല. എലീശ ചോദിച്ചു, ഗേഹസിയെ, എവിടെയായിരുന്നു ദൈവദാസനെ? എവിടെ പോയിരുന്നു ദൈവദാസനെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനങ്ങ് പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ അപ്പുറത്ത് പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതെന്റെ ആശയമാ. ഞാനങ്ങ് പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആമേ, സ്തോത്രം. എലീശായുടെ വാക്കുകൾ വായിക്കാം. അതിനവൻ, ആ പുരുഷജനത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവ വാങ്ങുവാൻ ഇതാകുന്നു സമയമെന്ന് ചോദിച്ചു. എന്നിട്ട് നയമാനം വന്ന അതേ പുഷ്പം ഗേഹസിയുടെ മേൽ വ്യാപരിക്കുവാനിടയാ. രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ദൈവത്തിന്റെ അകത്ത് തന്നിരിക്കുന്ന ദർശനം, ദൈവത്തിന്റെ അകത്ത് തന്നിരിക്കുന്ന വെളിച്ച, സാമ്പത്തികം കൊണ്ട്, ഭൗതികം കൊണ്ട് മൂടിക്കളയരുത്. അപ്പോൾ ഒന്നാമത് വിളക്ക് കെട്ടുപോകുന്നത്, വിളക്ക് കത്തിച്ച് എവിടെ വെക്കുന്നു? പറയിൻ കീഴിൽ വെക്കുന്നു. രണ്ടാമത് കെട്ടുപോകുവാനുള്ള കാരണം മർക്കോസ് 4:21. വേഗത്തിൽ വായിക്കണം. മർക്കോസ് 4:21. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിൻ കീഴിലോ വെക്കാറുണ്ടോ? രണ്ടാമത് അവിടെ കർത്താവ് ചോദിക്കുക, വിളക്ക് കത്തിച്ച് നിങ്ങൾ ആരെങ്കിലും കട്ടിലിന്റെ കീഴിൽ വെക്കാറുണ്ടോ? കട്ടിലിന്റെ കീഴിൽ വിളക്ക് കത്തിച്ചു വെച്ചാൽ ആ വിളക്ക് കെട്ടുപോകുവാൻ സാധ്യതയുണ്ട്. എന്താ ഈ കട്ടിൽ? സുഖജീവിതത്തെ കാണിക്കുന്നു, ജഡീക ജീവിതത്തെ കാണിക്കുന്നു. മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ശിംശോനോട് ചോദിച്ചാൽ ശിംശോൻ പറയോ, ലോക സ്നേഹം എന്ന ദലീലയുടെ മടിത്തട്ടിൽ ഞാൻ ഉറങ്ങിയപ്പോൾ എന്നിലുണ്ടായിരുന്ന ദൈവിക തേജസ് നഷ്ടപ്പെടുവാനിടയാ. എന്റെ കണ്ണുകളെ കുത്തിപ്പൊട്ടിച്ച് ഞാൻ ഒരു അന്ധനായി തീരുവാനിടയാ. ഇന്ന് രാത്രി വിശ്രമം വചനം പഠിപ്പിക്കുന്നു. മടിയാ, എത്ര നേരം നീ കിടന്നുറങ്ങ. സ്വത്രം. ഹല്ലേലൂയ. രൂത്തിനെ കുറിച്ച് പറയുന്നു, അവൾ വീട്ടിൽ വിശ്രമിച്ചിട്ടില്ല, അവൾ അല്പനേരം പോലും വീട്ടിൽ വിശ്രമിച്ചിട്ടില്ല. ഇന്ന് രാത്രി വിശ്രമമല്ല നമുക്ക് വേണ്ടത്. വിശ്രമം കൂടാതെ ദൈവത്തെ ആരാധിക്കുക, വിശ്രമം കൂടാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ഞാൻ നിങ്ങളെ തയ്യാറായ നമ്മളുടെ ആത്മീക വെളിച്ച് ഒരിക്കലും കെട്ടുപോകുവാനിടയാവുകയില്ല. സ്തോത്രം. വിശ്രമം ലോകത്തിന്റെ അനുഭവം. ഹല്ലേലൂയ. സുഖജീവിത ജഡീക ജീവിതത്തെ കാണിക്കുകയാ. ചിലർക്ക് എപ്പോഴും ഉറങ്ങണം, എപ്പോഴും ഉറങ്ങണം. വീട്ടിൽ കിടന്ന് ഉറങ്ങും, പള്ളിയിൽ വന്നാലും അവർ ഉറങ്ങും. ഉറക്കമേ ഉറക്കം. സ്തോത്രത്തിൽ 5 കന്യകമാരെ പോലെ മയക്കം പിടിച്ചുറങ്ങുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവരുണ്ട്. യൂത്തിക്കോസിനെ പോലെ പ്രസംഗം കേൾക്കുമ്പോഴും ഉറങ്ങുന്നവരുണ്ട്. ശിഷ്യന്മാര് യേശുവായിട്ട് പ്രാർത്ഥിക്കാൻ പോയപ്പോ അവർക്ക് ശിഷ്യന്മാർക്ക് പ്രാർത്ഥന ഒന്നും വന്നില്ല. അവര് ചെന്ന് ഉറങ്ങി.
കുറെ പ്രാവശ്യം 2-3 വട്ടം കർത്താവ് ഒന്ന് തട്ടി എഴുന്നേറ്റോ എന്നോട് ഉണർന്നിരുന്ന പ്രാർത്ഥനയില് അവർക്കൊന്നും പറ്റിയില്ല. അവസാനം കർത്താവ് ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുക. പ്രാർത്ഥനയ്ക്ക് ഉറങ്ങുന്ന വിശ്വാസികൾ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇല്ല, ഞാൻ ഉറങ്ങിയില്ല, ഞാൻ സ്തോത്രം പറഞ്ഞ് ധ്യാനിച്ചു കൊണ്ടിരുന്നു, എന്റെ ഹൃദയം പകർന്നുകൊണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. ആമേൻ. സ്തോത്രം. ആമേൻ. ഉറങ്ങി ഒന്ന് മുമ്പോട്ട് ആഞ്ഞു പോയി കഴിഞ്ഞാൽ പറയും, ഇല്ല പാസ്റ്റർ, ഞാൻ ഉറങ്ങിയതല്ല, താഴ്ത്തി താഴ്ത്തി സമർപ്പിച്ചതെന്ന് പറയും. ആമേൻ. സ്തോത്രം. എന്നാലും സമ്മതിക്കുകയില്ല. അപ്പൊ പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവരുണ്ട്. ആമേൻ. സ്തോത്രം. പൗലോസ് പ്രസംഗിച്ചപ്പോ യൂത്തിക്കോസ് ഇരുന്ന് വാതിക്കലിൽ നിന്ന് ഉറങ്ങി. ചില അച്ഛന്മാരെങ്ങനെയാ വാതിൽ വിട്ട് അകത്തേക്ക് കയറില്ല. ആമേൻ. വാതിക്കലേ ഇരിക്കൂ, ഇരുന്നാലോ സുഖമായ ഉറക്ക. അവസാനം വാതിലെ പ്രസംഗം നീണ്ടപ്പോ യൂത്തിക്കോസിനെ താങ്ങാൻ കഴിയാതെ വന്നു. ആമേൻ. പടിവാതിൽ തലയും കുത്തി താഴെ വീണു. പ്രസംഗത്തിന് ഉറങ്ങുന്നവരുണ്ടെന്നേ. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ഞാൻ യാഗം നടത്തിയതാ, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ആ യാഗത്തിന്റെ നടുവിൽ എനിക്ക് കാണുന്നില്ല വന്നു. ആരാധനയുടെ ഇടയിൽ ഉറങ്ങുന്നവരുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ആമേൻ. ഇന്ന് രാത്രിയുടെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങ. ആമേൻ. കുറെ വാക്യങ്ങളുണ്ട്, അതൊന്നും എടുക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. മടിയൻ ആമേൻ കഥവ് ചുഴിക്കുറ്റിയിൽ തിരിയുന്നത് പോലെ ആമേൻ തിരിഞ്ഞും മറിഞ്ഞു ജോലിക്ക് പോകാൻ വേണ്ടി, ആരാധനയ്ക്ക് പോകാൻ വയ്യ, ഉറക്ക. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഉറങ്ങിയ കൊതി തീരേയില്ല, എത്ര ഉറങ്ങിയാലും കൊതി തീരത്തില്ല. അന്നത്തെ ഉറക്കത്തിന് സുഖം കൂടുതലാ, അന്നത്തെ ഉറക്കത്തിന് ഭയങ്കര സുഖമാ. അന്ന് ശരീരത്തിൽ വരുന്ന ക്ഷീണം വേറെ ഒരു ദിവസവും വരത്തില്ല. രാത്രി ഞാൻ നിങ്ങളോട് പറയാ, വിളക്ക് കത്തിച്ച് കട്ടിലിന്റെ കീഴിലല്ല, ആമേൻ ആമേൻ ആമേൻ, ദൈവിക സുഖത്താ നീ ആമേന്റെ ജീവിതത്തെ ഒരുക്കുക. ഇന്ന് രാത്രി വിളക്കുകൾ കെട്ടുപോകുവാൻ സാധ്യതയുണ്ട്. ലൂക്കോസ് 8:16 വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന മൂന്നാമത്തെ കാര്യം, വിളക്ക് കെട്ടുപോകുന്നതിന്റെ മൂന്നാമത്തെ കാര്യം, വിളക്ക് കത്തിച്ച് ആരും പാത്രം കൊണ്ട് മൂടി വെക്കരുത്. ഹല്ലേലൂയ. ആരും പാത്രം കൊണ്ട് മൂടി വെക്കരുത്. പാത്രം ഉപജീവനത്തെ കാണിക്കുന്നു. എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള ചിന്താഭാരം നിന്റെ ജീവിതത്തെ ഭരിച്ച ഉപജീവന ചിന്ത ആരാധനയ്ക്ക് തടസ്സമായാൽ, ഉപജീവന ചിന്ത ആത്മീയതയ്ക്ക് തടസ്സമായാൽ, ഉപജീവന ചിന്ത നിന്റെ വിശ്വാസ ജീവിതത്തിന് തടസ്സമായാൽ, ആമേൻ, നിന്നിലുള്ള വെളിച്ചം കെട്ടുപോകും എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഉപജീവന ചിന്ത. ഹല്ലേലൂയ. എന്ത് കുടിക്കും? ലൂക്കോസ് 12:29-22 മുതലൊക്കെ വായിക്കണം. ഉപജീവന ചിന്ത, ഭക്ഷണം, എന്തു തിന്ന്, എത്ര തിന്നാലും കൊതിയും മതിയും വരാത്തവന്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ ഷോപ്പുകൾ തുടങ്ങുന്നതെല്ലാം ഹോട്ടലുകളാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. പരിസരത്തോടെ ചിക്കൻ പപ്പാസും മട്ടൻ പിക്കാസും ഇതെല്ലാം കൂടെ തിന്ന് ആമേൻ. സ്തോത്രം. വയറും വീർത്ത്. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പിള്ളേരുടെ വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുമ്പോ കണരോഗം പിടിച്ച മാതിരി ഇരിക്കും. ആമേൻ. സ്തോത്രം. അത് വേറൊന്നുമല്ല, തിന്ന് ആമേൻ. സ്തോത്രം. മൺകുടലും ചെറുകുടലും ഒരുപോലെ വളരുന്നതാ. ആമേൻ. സ്തോത്രം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആമേൻ. സ്തോത്രം. എത്ര കഴിച്ചാലും കൊതി തീരാതെ കഴിച്ച് ശ്വാസം വിടാൻ വയ്യാതെ നെടുവീർപ്പിട്ട് കഴിയുന്ന എത്രയോ വ്യക്തികളുണ്ട്. ഇന്ന് യൂട്യൂബ് എടുത്താൽ, ഏത് സോഷ്യൽ മീഡിയ എടുത്താലും ചാപ്പാടിനെ കുറിച്ചുള്ള പരസ്യങ്ങളെ ഉള്ളൂന്നേ. ആമേൻ. സ്തോത്രം. കോഴി ആമേൻ ഇറങ്ങി ഓടിയത്, ആമേൻ കോഴി എണ്ണക്കകത്ത് ചാടി മുങ്ങിയത്, ആമേൻ നീന്തി കേറിയത്, എന്തെല്ലാം പേരുകളാ. ഇതെല്ലാം കഴിച്ച് ആമേൻ ഇതെല്ലാം കഴിക്കാൻ തരുന്ന മറന്ന് ജീവിച്ച ഇന്ന് രാത്രി ഉപജീവന ചിന്തയോട് ജീവിച്ചാൽ ഇന്ന് രാത്രി ഞാൻ പറയാ, ആമേൻ, ആത്മീക ജീവിതം കെട്ടുപോകും. ക്രേത്തക്കാരെ കുറിച്ച് പറയുന്നത് അവർ പെരുവയറന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും ഇങ്ങ് പോരട്ടെ ചാപ്പാടിന് വേണ്ടി ജീവിച്ചവരവര്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഭക്ഷണപ്രിയന്റെ തൊണ്ടയ്ക്ക് ആമേ കത്തി വെക്കണം. ഹല്ലേലൂയ. ആ വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. സദൃശം 23:2 ഭക്ഷണപ്രിയൻ തൊണ്ടയ്ക്ക് കത്തി വെക്കട്ടെ. സ്വത്രം. കഷ്ടപ്പെട്ടിട്ട ഭാഷത്തിൽ തന്നെ ഇതിന്നോ, പക്ഷെ അത് തിന്നേച്ച് വീട്ടിൽ കിടന്ന് അനങ്ങാൻ മേലോട്ട് ആരാധനയ്ക്ക് വരാതെ വീട്ടിൽ കയറി കിടന്നാൽ അധികം കാലം തിന്നാൻ തമ്പുരാൻ അനുവദിക്കില്ല. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഉപവസിക്കാൻ തയ്യാറാകണം. ശരീരം അനുവദിച്ചാൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇനി ശരീരം എതിരായി നിൽക്കുകയാണെങ്കിലും ചാപ്പാട് അടിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിക്കുക.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ചാപ്പാട് കോരി വെച്ചോണ്ടിരിക്കരുത്. ആമേൻ. സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ആഹാരം ഉണ്ടാക്കാൻ പോകല്ലെന്ന് പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. പകലന്തിയോളം നിനക്ക് സമയം ദൈവം തരോ. ഇത് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ചാപ്പാട് ഉണ്ടാക്കുകയാ. ഇനി ചാപ്പാടുണ്ടാക്കിയേച്ചും പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. മേശയുടെ പുറത്ത് കൊണ്ടുവച്ച് ആമേൻ സ്തോത്രം നടത്തിയ വിധങ്ങളോർത്താൽ അപ്പോഴും മനസ്സ് പറയുന്നു, പൂച്ച കൊണ്ടുപോകുമോ, പൂച്ച കൊണ്ടുപോകുമോ, തട്ടി താഴെ ഇടുമോ, ആമേൻ മീൻ വറുത്തു വെച്ചത് പൂച്ച കൊണ്ടുപോകുമോ, ചിക്കൻ പൂച്ച കൊണ്ടുപോകുമോ. ഇതാ മനസ്സുകളെന്ന് എണ്ണി എണ്ണിയ ആമേൻ സ്തോത്രം പാട്ട് പാടുന്നേ എണ്ണി എണ്ണി സ്തുതിക്കുകയാ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ദൈവം പറയുന്നു, വിളക്ക് കത്തിച്ച് ആരും പാത്രം കൊണ്ട് മൂടി വെക്കരുത്, എന്നാൽ അത് കെട്ടുപോകുന്നു. ആരാ വിളക്ക് കെട്ടുപോകുന്നതിന്റെ 4ാമത്തെ കാരണം? ലൂക്കോസ് 11:33 അവിടെ വായിക്കുന്നത്, വിളക്ക് കത്തിച്ച് ആരും നിലവറയ്ക്കകത്ത് വെക്കരുത്. നിലവറയ്ക്കകത്ത് വെക്കരുത്. നിലവറ രഹസ്യ ജീവിതത്തെ കാണിക്കുന്നു. ആമേൻ. രഹസ്യ ജീവിതത്തെയായി നിലവറ കാണിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹൃദയത്തിന്റെ ഉത്ഭവങ്ങളെ ആരായുന്ന ദൈവം മനുഷ്യന്റെ സകല രഹസ്യങ്ങളെയോ അവൻ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് ദൈവം. ആമേൻ. നിന്റെ രഹസ്യ ജീവിതത്താ നിന്നിലുള്ള വിളക്ക് കെട്ടുപോകരുത്. ഇന്ന് രാത്രി നീ ലോകത്തിന്റെ വിളക്കായി മാറുമ്പോ, ലോകത്തിന് വെളിച്ചമുള്ളവരായി മാറുമ്പോൾ ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ. മണവാളന്റെ ആർപ്പുവിളി കേൾക്കാറായി. ആത്മാവിനെ കെടുക്കരുത്. നിന്റെ വിളക്ക് കെട്ടുപോകരുത്. എത്ര പേർക്ക് മനസ്സിലായി വചനം ഇന്ന് രാത്രിയില്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വിളക്ക് കെട്ടുപോകുന്ന ഘടകങ്ങൾ നമ്മൾ ചിന്തിച്ചോ? ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ഭൗതികമായ ചിന്തകളാൽ ആമേൻ വിളക്ക് കെട്ടുപോകുക. ആമേൻ സുഖജീവിത ലോകപരമായ ലൗകിക ജീവിതത്താൽ വിളക്ക് കെട്ടുപോകുക. ഉപജീവന ചിന്തയാൽ വിളക്ക് കെട്ടുപോകുക. രഹസ്യ ജീവിതങ്ങളാൽ ആമേൻ സ്വഭാവങ്ങളാൽ വിളക്ക് കെട്ടുപോകുക. അതുകൊണ്ട് ഇന്ന് രാത്രി വിളക്ക് കെടുത്തി കളയരുത്. വിളക്ക് കെട്ടുപോകുന്ന 5 കന്യകമാരുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ അകപ്പെടാതിരിപ്പാ. ഇന്ന് രാത്രി ആത്മാവെന്ന ആ വിളക്ക് ആത്മാവിന്റെ വെളിച്ചമുള്ളവരാ, ആത്മാവിന്റെ പ്രകാശമുള്ളവരായി തീരാ. ആമേൻ. നിനക്ക് വേണ്ടതുപോലെ കത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഇന്ന് രാത്രി ഹല്ലേലൂയ പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തൊരു കർത്താവ് ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. വചനമെന്ന ചമണമുണ്ട്. ആമേൻ. നിന്റെ വിളക്കിന്റെ കരിതിരികളെ മുറിച്ചു മാറ്റിയിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആമേൻ വെളിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ തയ്യാറാകുന്നു എങ്കിൽ കണ്ണുകളെ അടയ്ക്കാം. ഈ വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് കാണുമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഇന്ന് രാത്രി വചനത്തിന് മുൻപാകെ നമ്മെ ആമേൻ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. Hallelujah, 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 hallelujah. ആമേൻ. എനിക്ക് നിനക്കായി പ്രകാശമുള്ളവനായി മാറണം. ലോകത്തിന്റെ വെളിച്ചമായി എനിക്ക് പ്രകാശിക്കണം. സുവിശേഷത്തിന്റെ വെളിച്ചം എന്നിൽ നിന്ന് വരണം. ആത്മാവിന്റെ പ്രകാശം എന്നിൽ നിന്ന് പുറത്തു വരണം. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയോ ഇന്ന് രാത്രി അതിന് മേൽ ജയം പ്രാപിക്കുക, അതിന്റെ മധ്യത്തിൽ ജയമെടുക്കുക. ഇന്ന് രാത്രി എന്നെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ഇന്ന് രാത്രി കടന്നു വരാം. ലോകത്തിന്റെ സുഖങ്ങൾ, ആമേൻ ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്റെ ജീവിതത്തിന്റെ വിളക്കുകളെ കെടുത്തിക്കളയുമ്പോ ഇന്ന് രാത്രി ആത്മാവിന്റെ ഐക്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിലൂടെ നിലനിൽക്കുക. ഇന്ന് രാത്രി നമ്മെ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് കർത്താവേ, ഇന്ന് രാത്രി ആമേൻ കരിന്തിരി കത്തുന്ന എന്റെ ജീവിതത്തെ ആമേൻ ദൈവം പണിയണമേ. കരിന്തിരികൾ